ഏറ്റവും പുതിയ വാർത്താ അപ്ഡേറ്റുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലോക്സഭയിൽ ബി.ജെ.പിക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കണമെങ്കിൽ ഉത്തർപ്രദേശിൽ നിന്ന് ഭൂരിഭാഗം സീറ്റുകളും നേടണമെന്ന് ബി.ജെ.പിയെ പോലെ തന്നെ ഇന്ത്യ മുന്നണിക്കും അറിയാം. അതിനാൽ തന്നെ യു.പിയിൽ ബി.ജെ.പിയുടെ സീറ്റുകളുടെ എണ്ണം കുറക്കുവാനുള്ള പുതിയ തന്ത്രങ്ങളാണ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഇറക്കുന്നത്. ഇത്തവണ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി എസ്.പിയും കോൺഗ്രസും മറ്റ് ചെറുപാർട്ടികളും മുന്നണിയായാണ് മത്സരിക്കുന്നതെന്നത് തന്നെ ബി.ജെ.പിക്ക് പ്രതിസന്ധിയാണ്. എസ്.പി ഉത്തർപ്രദേശിൽ ശക്തമാണെങ്കിലും സഖ്യകക്ഷിയായ കോൺഗ്രസിന്റെ കൂടി പ്രവർത്തനം മെച്ചപ്പെടുത്തുവാൻ രാഹുലോ പ്രിയങ്കയോ യു.പിയിൽ നിന്ന് മത്സരിക്കണമെന്ന അഖിലേഷിന്റെ ആവശ്യവും കോൺഗ്രസ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്നത് ഉത്തർപ്രദേശിലെ ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലത വരുത്തുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കളത്തിലേക്കുള്ള സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിന്റെ വരവ് യു.പിയിൽ പ്രതിപക്ഷ നിരയ്ക്ക് കരുത്തേകുമെന്ന് ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നു. അധികാരം നിലനിർത്താൻ ബി.ജെ.പി ഏറ്റവുമധികം പ്രതീക്ഷയർപ്പിക്കുന്ന സംസ്ഥാനത്ത് അവരുടെ സീറ്റ് പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കനൌജിൽ സ്ഥാനാർത്ഥിയാകാൻ അവസാന നിമിഷം അഖിലേഷ് തീരുമാനിച്ചത്. യാദവ് വോട്ട് ബാങ്ക് ഉന്നമിട്ടുള്ള പതിവ് രാഷ്ട്രീയ തന്ത്രമല്ല ഇക്കുറി എസ്.പി പയറ്റുന്നത്. ആകെ മത്സരിക്കുന്ന 62 സീറ്റിൽ മറ്റ് പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്ന് 30 പേരെയാണ് എസ്.പി നിർത്തിയിരിക്കുന്നത്. ഇതിൽ യാദവ് വിഭാഗത്തിൽ നിന്നുള്ളത് 5 പേർ മാത്രം. തങ്ങൾ യാദവ വോട്ടുകൾക്ക് പിന്നാലെ പോകുമ്പോൾ യു.പിയിൽ ഉടനീളമുള്ള യാദവ ഇതര ഒ.ബി.സികളെ ഒപ്പം നിർത്തി നേട്ടം കൊയ്യുന്ന ബി.ജെ.പിയുടെ വിജയ ഫോർമുല പൊളിക്കുകയാണ് ലക്ഷ്യമെന്ന് എസ്.പി വൃത്തങ്ങൾ പറഞ്ഞു. സ്ഥാനാർത്ഥികളുടെ എണ്ണം കുറച്ചതുവഴി യാദവ വിഭാഗത്തിനുണ്ടായേക്കാവുന്ന പരിഭവം ഒഴിവാക്കാനാണ് അഖിലേഷ് തന്നെ മത്സരത്തിനിറങ്ങിയത്. യു.പിയിൽ ബി.ജെ.പിയെ വീഴ്ത്താനുള്ള ഏക വഴി ഒ.ബി.സികളിലൂടെയാണെന്ന തിരിച്ചറിവിലാണ് ആ വിഭാഗത്തെ മുഴുവനായി ഒപ്പം നിർത്താനുള്ള നീക്കം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പിക്ക് ലഭിച്ച ഒ.ബി.സി വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ സാധിച്ചാൽ പല സീറ്റുകളിലും മത്സരം കടുക്കുമെന്നാണ് കണക്കുകൂട്ടൽ. 14 സംവരണ മണ്ഡലങ്ങളിലാണ് മത്സരിക്കുന്നതെങ്കിലും 16 ദളിത് സ്ഥാനാർത്ഥികളെയാണ് എസ്.പി കളത്തിലിറക്കിയിരിക്കുന്നത്. മായാവതിയുടെ ബി.എസ്.പി ദുർബലമായതോടെ ദളിത് വോട്ടുകൾ പിടിക്കുകയാണ് ലക്ഷ്യം. ഒ.ബി.സിക്ക് പുറമെ ദളിത് മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് എസ്.പി രംഗത്തുള്ളതെങ്കിലും മുസ്ലിം വിഭാഗത്തിൽ നിന്ന് 4 പേരെ മാത്രമാണ് അവർ സ്ഥാനാർത്ഥിയാക്കിയത്. യു.പിയുടെ ഭാരത് ജോഡോ യാത്ര നടത്തിയ രാഹുൽ ഗാന്ധിക്ക് മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ വൻ സ്വീകരണം ലഭിച്ചതിനു പിന്നാലെയാണ് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാൻ എസ്.പി തീരുമാനിച്ചത്. ആ സഖ്യത്തിനുള്ളിൽ മുസ്ലിം വോട്ടുകൾ ഭദ്രമാണെന്ന് അഖിലേഷ് കണക്കുകൂട്ടുന്നു. യു.പിയിലെ 80 സീറ്റുകളിൽ 30 മുതൽ 35 സീറ്റുകൾ ലഭിക്കുന്നത് പോലും ബി.ജെ.പിയുടെ ഭൂരിപക്ഷം നഷ്ടമാക്കുവാൻ ഇടയാക്കുമെന്നാണ് അഖിലേഷ് യാദവിനോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും യു.പിയിൽ ഇത്തവണ കടുത്ത പോരാട്ടം തന്നെയാണ് നടക്കുന്നത്.